പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വന്നതിൽ പല ജില്ലാ കമ്മിറ്റികളിൽ വിമർശനമുണ്ടെന്ന വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കാത്തത് എന്റെ ശ്രദ്ധയിലില്ല. 2023 ആ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയതിനു ശേഷം എന്റെ ശ്രദ്ധയിലില്ല. ഈ എറണാകുളം തോൽവിയിൽ വലിയ വിമർശനം താങ്കൾക്കെതിരെ അതെല്ലാം നേരത്തെ പറഞ്ഞു പോയതാണ്. അതേപോലെ നമ്മുടെ വിജയരാഘവനെതിരെ മലപ്പുറം ജില്ലയിൽ ലീഗുമായിട്ടൊരു അവിശുദ്ധ കൂട്ടിയിട്ടുണ്ടെന്നുള്ള നിലയിൽ ഒരു വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ട്. ഇല്ല, അറിയില്ല. നേരത്തെ തിരിച്ചാണല്ലോ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. വിരുന്നിൽ പങ്കെടുക്കുന്ന വീഡിയോ ഞാൻ കണ്ടില്ല. പുതിയ സർക്കാർ വന്നപ്പോൾ സിൽവർ ലൈൻ ക്യാൻസൽ ചെയ്ത് ആശാ പ്രവർത്തകർക്ക് വേതനം കൂട്ടിക്കൊടുത്തു. അങ്ങനെ പല ആശാപ്രവർത്തകരുടെ അന്ന് നമ്മളും വേതനം വർദ്ധിപ്പിച്ചിരുന്നു. പക്ഷെ അവർ പറഞ്ഞതിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും അവർ നിൽക്കട്ടെ. കേരളയുടെ കാര്യത്തിൽ കേന്ദ്ര അനുമതി ഇല്ലാത്തത് കൊണ്ട് നമ്മളും മറ്റ് സംവിധാനത്തിലേക്കാണ് പോകാൻ തീരുമാനിച്ചിരുന്നത്. അതിവേഗത ഉള്ള കണക്ടിവിറ്റി വേണമെന്നുള്ളത് ഇന്നത്തെ കാലത്ത് നാടിൻ്റെ ആവശ്യമാണ്. എന്നാൽ ആർക്കാ ഇത്ര തിടുക്കം എന്ന നിലപാടിലാണോ ഗവൺമെൻറ് നിൽക്കുന്നത്? ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞത് തുരങ്കപ്പാത ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ്. വയനാട് തുരങ്കപ്പാത ഇനിയിപ്പോൾ അത് നിർത്തിവെക്കുമ്പോൾ തീരുമാനമായിരിക്കുമോ അടുത്ത് വരാൻ പോകുന്നത്? ഇപ്പോൾ ഗവൺമെൻറ് പ്രതിപക്ഷ സമയത്ത് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ അവധാനതയോടുകൂടി നിലപാട് സ്വീകരിക്കും. വേറെ ഏതാണ് ബദൽ എന്ന് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കട്ടെ. അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അത്തരം എന്തെങ്കിലും നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ, ഒരു ബദൽ പദ്ധതി എന്നുള്ള രീതിയിൽ? അതറിയില്ല. ഇപ്പോൾ അവർ കേരളയിൽ അത് വിജ്ഞാപനം റദ്ദാക്കി. നമ്മളത് നിലനിൽക്കുമ്പോൾ തന്നെ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, വേഗതയേറിയ സംവിധാനം എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നല്ല. എറണാകുളത്ത് അർബൻ കോൺക്ലേവ് നടക്കുമ്പോൾ കേന്ദ്ര നഗര വികസന മന്ത്രി തന്നെയാണ് ഇങ്ങനെയൊരു പദ്ധതി നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് പോസിറ്റീവായിട്ട് അതിനെടുക്കും, കേരളത്തിന് അതിനുള്ള എല്ലാ അർഹതയും ഉണ്ട് എന്ന് അദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രി ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന വേദിയിൽ വെച്ചിട്ടാണ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് റെയിൽവേയുടെ കീഴിൽ വരുന്നതല്ല അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി അതല്ല വേറെ ഏതാണ്? എന്തായാലും ഞങ്ങളുടെ അഭിപ്രായം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വേഗതയുള്ള കണക്ടിവിറ്റി സംവിധാനം വേണം. വളരെ നഗരവൽകൃതമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ വ്യവസായ മേഖല, IT മേഖല വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരണം. ഏത് ഗവൺമെൻറ്റാണെങ്കിൽ ഇത്തരം കാര്യം തുടരണമല്ലോ. അത് തുടരണമെങ്കിൽ അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാകണം. അതിൻ്റെ ബദൽ എന്താണെന്ന് ഇതില്ല എന്ന് പറയുമ്പോൾ തന്നെ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനോ ഗവൺമെൻറ് തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സർക്കാരുകൾ മാറുമ്പോൾ നയമാറ്റത്തിൻ്റെ ഭാഗമായുള്ള നടപടികൾ ഉണ്ടാകാം. ഈ ഗവൺമെൻറ് കേസിലടക്കം ഒരു അഗ്രസീവ് സ്റ്റാൻഡിലാണ് പുതിയ സർക്കാർ പോകുന്നത്. അല്ല, അത് ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷവും അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രതികാര നടപടികളോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ വികസന കാര്യങ്ങളും ജനങ്ങൾക്ക് നൽകിയ പ്രകടന പത്രികയിലുമാണ് കേന്ദ്രീകരിച്ചിരുന്നത്. സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 10 വർഷവും ഗവൺമെൻറ് ഒരു തരത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. പിന്നെ ഓരോ UDF സമീപനം എന്തായാലും ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. ശബരിമല വിവാദമായ കേസുകൾ പിൻവലിക്കുന്നൊക്കെയുള്ള സൂചനകൾ വരും. അല്ല, ആ കേസ് പിൻവലിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് പിൻവലിക്കുന്ന ഇത് നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമായിരുന്നു, ഒറ്റയടിക്ക് പിൻവലിക്കാമെന്നായിരുന്നു. കേസിൻ്റെ സ്വഭാവം എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് കേസ് പിൻവലിക്കണോ എന്ന് തീരുമാനിക്കുന്നത് തന്നെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. പോലീസ് റിപ്പോർട്ട് വാങ്ങും. പോലീസ് റിപ്പോർട്ട് അങ്ങനെയാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കേസ് പിൻവലിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അഭിപ്രായം കോടതിയുടെ മുൻപിലാണ് വയ്ക്കുന്നത്. കോടതിയുടെ തന്നെ നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന അവർ പ്രതികളായിട്ടുള്ള കേസുകളാണെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ പിൻവലിക്കാൻ പറ്റില്ല. പൊതുമുതൽ നശീകരണം അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കേസുകളും സാധാരണ പിൻവലിക്കാൻ പറ്റും. അപ്പോൾ കേസ് ടു കേസാണ് പിൻവലിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് സാധാരണ. അങ്ങനെ പിൻവലിക്കാൻ തീരുമാനിച്ചാലും പിൻവലിക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് കോടതിയാണ്. ഇതാണ് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. അത് തന്നെയാണ് വേറെ സ്വരത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. കേരളയുടെ കാര്യത്തിൽ കേസുകൾ പിൻവലിക്കുമ്പോൾ അങ്ങനെ ഒരു സാങ്കേതികത്വം മുമ്പിലുണ്ട്. അത് സ്വാഭാവികമായിട്ടും വരില്ല. കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി തള്ളാൻ പറ്റുന്നതല്ല. അത് കോടതിയുടെ മുൻപിലേക്ക് വരും. ഈ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും നിലപാട് സ്വീകരിക്കുന്നത്.